ലെജൻസ് നമ്മുടെ കുർത്തി വീഡിയോയിൽ നെക്സ്റ്റ് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആട്ടോ. സിൽക്ക് മെറ്റീരിയൽ തന്നെയാണ്. എന്താ പറയുക, ഒരു ബ്ലെൻഡഡ് ടൈപ്പ് ഫാബ്രിക്കിൽ ചെയ്തെടുത്തേക്കുന്നതാണ്. നല്ലതായിട്ട് ഒതുങ്ങി കിടക്കും. പക്ഷേ റയോൺ പോലെ അത്ര ഒട്ടി കിടക്കുന്ന സൈസ് അല്ല കേട്ടോ, സിൽക്ക് പോലത്തെ മെറ്റീരിയൽ. പിന്നെ ഇതിൻ്റെ അകത്ത് പ്രിൻറ്റ് നല്ല രസമുള്ള പ്രിൻ്റാണ് കൊടുത്തേക്കുന്നത്. റെഡ് കോമ്പിനേഷനിൽ ഒരു ബേജ് പോലത്തെ കളർ എന്ന് പറയും. ബേജിൽ തന്നെ അതിൻ്റെ അകത്ത് കുറച്ചുകൂടെ തെളിച്ചുണ്ട്. എന്നാൽ ക്രീം എന്ന് പറയാനും പറ്റത്തില്ല. അതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നൊരു ഷെയ്ഡാണ്. കാരണം ഇങ്ങനെ ചെറിയ ലൈൻ പോലത്തെ സെൽഫ് ഡിസൈൻ അതിൽ പോയിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് കോമ്പിനേഷൻ നല്ല ഭംഗിയുള്ളൊരു റെഡ് കോമ്പിനേഷനിലാണ് പ്രിൻറ്റ് കൊടുത്തേക്കുന്നത്. സ്ലിറ്റ് ഇല്ലാതെ ചെയ്തിരിക്കുന്ന ഐറ്റം കേട്ടോ. ഇത് ലാർജാണ്. ഞാൻ ഇട്ടേക്കുന്ന ഇച്ചിരി ലൂസ് ആയിരിക്കും. അതൊരു നെക്സ്റ്റ് സൈസ് തൊട്ടാണ് സ്റ്റാർട്ടിങ്, ലാർജ് തൊട്ടാണ് സ്റ്റാർട്ടിങ്. നിങ്ങൾ നോർമലി ഏതാണോ എടുക്കുന്നത് ആ സൈസ് തന്നെ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിന് കട്ടിങ്ങും ആ ഒരു സ്റ്റിച്ചിങ്ങും ഒക്കെ നല്ലതാണ്. സിമ്പിളായിട്ട് ഡെയിലി വെയർ ആയിട്ടോ അത്യാവശ്യം ചെറിയ ഇതിനൊക്കെയാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം. കാരണം മെറ്റീരിയൽ നിങ്ങൾക്ക് നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവുള്ളൂ. മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആയിട്ട് സിൽക്ക് ഫിനിഷുള്ള ഫാബ്രിക്കാണ്. അപ്പോൾ ഇതിൻ്റെ സൈസസ് വരുന്ന ലാർജ് തൊട്ട് 3X വരെ കേട്ടോ. ഞാൻ അടുപ്പിച്ചൂടെ കാണിക്കാം. അപ്പോൾ ഇത് ചൈനീസ് കോളറാണ് ഇതിന് കൊടുത്തേക്കുന്നത്. ഇതുപോലെ അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള നല്ല ഫാബ്രിക്. എന്നാൽ ഭയങ്കര വെയിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല മെറ്റീരിയലാണ്. വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന ഐറ്റം തന്നെയാണ്. ഇതുപോലെ ഒരു നല്ല ലെങ്ത്തും ഉണ്ട് കേട്ടോ. ഏകദേശം ഒരു 47 മേളിൽ ലെങ്ത് ഉണ്ട്. സൈസ് ഞാൻ പറഞ്ഞിരുന്നല്ലോ, സെയിം സൈസ് തന്നെ എടുത്താൽ മതി. റേറ്റും ഭയങ്കര റീസണബിൾ ആട്ടോ. നമ്പർ W787, റേറ്റ് 690 മാത്രമേ ഉള്ളൂ. 690.